ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് ഇതേപോലത്തെ സ്റ്റാർ നമുക്ക് നമ്മുടെ സൂചിയും നമ്മൾ സാധാ തയ്ക്കാൻ ഉപയോഗിക്കുന്ന സൂചിയും നൂലും വെച്ച് എങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ തയ്ക്കാനുള്ള ആ ഒരു തുണിയെടുത്ത് ഇതേപോലെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം അതിൽ നമ്മൾ ചെറുതായിട്ടൊരു വട്ടം കൊടുത്തിട്ട് നമുക്ക് എത്ര ഇതൾ വേണോ അതിനനുസരിച്ച് ഓരോ ഡോട്ട് ഇതേ കാണുന്നത് പോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു പേന കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു സൂചി നൂലും എടുത്ത് കോർത്ത് അതിൻ്റെ എൻഡിലൊരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം അടിയിൽ നിന്നാണ് നമ്മൾ വട്ടത്തിൻ്റെ ചുറ്റുമിട്ട ഡോട്ടിലോട്ട് നമ്മൾ അടിയിൽ നിന്നൊന്ന് ഇതേപോലെ കുത്തിയെടുത്തതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പിൽ ചെറിയൊരു സൂചി കയറാൻ പറ്റുന്ന ഗ്യാപ്പിൽ ഇതേപോലെ താഴോട്ട് കുത്തിയെടുക്കണം. അതേപോലെ നമ്മൾ എല്ലാ ഡോട്ടിൻ്റെ ചുറ്റിലും നമ്മൾ ചെയ്യണം. അതായത് ഇതിൽ കാണുന്ന പോലെ ഞാൻ ഒരു 2 തവണ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു തവണ എടുത്തതിന് ശേഷം വലിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ചുരുങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് രണ്ട് നൂല് വേണമെങ്കിലും കൊരുത്തെടുത്തിട്ട് ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ 2 വട്ടം ഇങ്ങനെ കോർത്ത് ഈ എല്ലാ ഡോട്ടും ഒന്ന് ഫില്ല് ചെയ്ത് ഇതേപോലെ ഒരു സൂചി ഒന്ന് കയറാൻ ഗ്യാപ്പിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് തയ്ച്ചതിന് ശേഷം ബാക്കിലൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ തയ്ച്ചതൊന്നും അഴിഞ്ഞു പോകാതിരിക്കാൻ. വലിയ ബലം പ്രയോഗിച്ച് വലിച്ചെടുത്തൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ലൂസുള്ള രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നുകൂടെ അതിലൊന്ന് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്ന്. അങ്ങനെ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിൽ കുരുക്കിട്ടിട്ട് വീണ്ടും ഞാൻ 2 നൂല്, അതായത് 2ആയിട്ട് മടക്കിയതിന് ശേഷം ആ 2 നൂലും കൂടെ നമ്മൾ സൂചിയിലോട്ട് കടത്തിയിടുമ്പോൾ മൊത്തത്തിൽ 4 നൂലായിട്ട് കിട്ടും. അതിന് നമ്മളൊരു ഡോട്ടിട്ടതിന് ശേഷം നമ്മൾ ഈ വട്ടം ഉണ്ടല്ലോ, ആ വട്ടത്തിൻ്റെ അവിടെ നിന്നിങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഗ്യാപ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തില്ലേ, ആ നൂലിനകത്തുകൂടെ നമ്മൾ കയറ്റി വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു കുത്ത് താഴോട്ട് ഇറക്കുമ്പോൾ, ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഇതളായിട്ട് അവിടെ പൂവിൻ്റെ ഓരോ ഇതളായിട്ട് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എല്ലാം ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ഫുള്ളായിട്ട് എല്ലാ ഇതളും ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നടുക്കുള്ള വട്ടം ഉണ്ടല്ലോ, ആ വട്ടവും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ആ വട്ടത്തിലും കൂടെ നമ്മൾ പേന വെച്ച് വരച്ച മാർക്ക് കാണാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പൂവായിട്ട് കിട്ടും. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ നല്ല ഇച്ചിരി ലൂസായിട്ട് വേണം ചെയ്യാൻ. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ സാധാ തയ്ക്കും പോലെ വലിച്ചങ്ങ് പിടിച്ചാൽ അതെല്ലാം കൂടെ ചുരുങ്ങി ഒരു ഉണ്ടയായിട്ട് നടുക്കിയിരിക്കും. അതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും വലിക്കാതെ ജസ്റ്റ് ഇച്ചിരി ലൂസൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഒരിക്കൽ കൂടെ തയ്ച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ തയ്ച്ചതിന് ശേഷം ബാക്കിലൊരു കെട്ട് കൊടുക്കാൻ മറക്കണ്ട, എങ്കിൽ ഇതെല്ലാം അഴിയും. അങ്ങനെ നമുക്ക് ഇതേപോലത്തെ എത്ര ഇതൾ വേണം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ പിന്നെ അത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.